എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വാട്സാപ്പ് കോളുകൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്നാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. വാട്സാപ്പിൽ നേരിട്ട് കോളുകൾ റെക്കോർഡ് ചെയ്യുവാനുള്ള സൗകര്യം നിലവിലില്ല. എന്നാൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ താഴെ പറയുന്ന 3 വഴികളിലൂടെ നമുക്കിത് സാധ്യമാക്കാവുന്നതാണ്. ഇൻബിൽറ്റ് സ്ക്രീൻ റെക്കോർഡർ ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് മിക്ക പുതിയ ആൻഡ്രോയിഡ് ഫോണുകളിലും പ്രധാനമായിട്ടും ഇപ്പോൾ സ്വന്തമായിട്ട് സ്ക്രീൻ റെക്കോർഡിംഗ് സൗകര്യമുണ്ട്. ഫോണിലെ നോട്ടിഫിക്കേഷൻ പാനൽ താഴേക്ക് വലിച്ച് സ്ക്രീൻ റെക്കോർഡർ തിരഞ്ഞെടുക്കാവുന്നതാണ്. റെക്കോർഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് സെറ്റിംഗ്സിൽ മീഡിയ സൗണ്ട്സ് ആൻഡ് മൈക്രോഫോൺ എന്നത് സെലക്ട് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ശബ്ദവും അപ്പുറത്തുള്ള ആളുടെ ശബ്ദവും റെക്കോർഡ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. റെക്കോർഡിംഗ് ഓൺ ചെയ്ത ശേഷം വാട്സാപ്പ് കോൾ ചെയ്യേണ്ടതാണ്. തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്യുന്നത് പോലെ വാട്സാപ്പ് കോളുകൾ റെക്കോർഡ് ചെയ്യുവാൻ പ്രത്യേകം ആപ്പുകൾ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ QBACR വാട്സാപ്പ് കോൾ റെക്കോർഡിങ്ങിന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ആപ്പാണിത്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ടേക്കർ ACR മറ്റൊരു ആപ്പാണ്. ഇത് സമാനമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ആപ്പാണ്. അതോടൊപ്പം തന്നെ ഈ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഫോണിലെ അക്സസിബിലിറ്റി സെറ്റിംഗ്സിൽ ഇതിന് പെർമിഷൻ നൽകേണ്ടി വരുന്നതാണ്. ലൗഡ് സ്പീക്കർ രീതിയും മറ്റ് ആപ്പുകളൊന്നും തന്നെ ഉപയോഗിക്കുവാൻ താല്പര്യമില്ലെങ്കിൽ ഈ രീതി പരീക്ഷിക്കാവുന്നതാണ്. വാട്സാപ്പ് കോൾ ചെയ്ത ശേഷം അത് സ്പീക്കർ മോഡിലേക്ക് മാറ്റേണ്ടതാണ്. മറ്റൊരു ഫോണിലെ വോയിസ് റെക്കോർഡറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ തന്നെ റെക്കോർഡർ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ശബ്ദം റെക്കോർഡ് ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ അനുവാദമില്ലാതെ കോൾ റെക്കോർഡ് ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് അവരെ വിവരം അറിയിക്കുന്നത് നല്ലതാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവ അനാവശ്യമായിട്ടുള്ള പെർമിഷനുകൾ ചോദിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.